പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയിൽ നിന്നും മണ്ണെടുക്കുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഗ്രൗണ്ട് കുളമായി. പുഴയിൽ നിന്നെടുക്കുന്ന ചെളിയും മണ്ണും കൂട്ടിയിടുന്നതിനും ചെളിയിൽ നിന്ന് മണ്ണ് വേർതിരിച്ച് കൊണ്ടുപോകുന്നതിനുമായി 2 വലിയ കുളങ്ങളാണ് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ കളിസ്ഥലത്ത് കുഴിച്ചിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് കൊണ്ടുപോകുന്നതിന് ശിവാലയ ഗ്രൂപ്പുമായി പഞ്ചായത്ത് ഏർപ്പെട്ട കരാറിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഗ്രൗണ്ട് ഈ ആവശ്യത്തിന് അനുവദിച്ചു നൽകിയത്. പ്രവൃത്തി കഴിയുന്നതോടെ ഗ്രൗണ്ട് വൃത്തിയാക്കണമെന്നും കരാറിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് പുഴയിൽ നിന്നും മണ്ണെടുക്കുന്നില്ല. ആവശ്യത്തിന് മണ്ണില്ലെന്ന് പറഞ്ഞ് കമ്പനിയിലെ ജീവനക്കാർ മറ്റൊരിടത്തേക്ക് പോയി നാളിതുവരെയായിട്ടും ഗ്രൗണ്ട് വൃത്തിയാക്കിയിട്ടില്ല. കുളം നികത്തി മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുമില്ല. മണ്ണും ചെളിയും നിറഞ്ഞ് നികന്ന പെരിങ്ങാട് പുഴ ആഴം കൂട്ടണമെന്ന ആവശ്യത്തിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അനുമതിയോടെ പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നത്. ഇതിനെ തുടർന്നാണ് മണ്ണ് കൂട്ടിയിടാൻ പഞ്ചായത്തും അനുമതി നൽകിയത്. 1.5 ഏക്കർ വരുന്ന പഞ്ചായത്ത് ഗ്രൗണ്ട് 4 വർഷമായി ഉപയോഗശൂന്യമായ നിലയിലാണ്. ഫുട്ബോളും ക്രിക്കറ്റും മറ്റു കായിക വിനോദങ്ങളും നടന്നിരുന്ന ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും കല്ലും കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു ഭാഗം പുല്ല് വളർന്ന് കാട് പിടിച്ച നിലയിലാണ്. ഇതിനെതിരെ യുവാക്കളുടെ ശക്തമായ പ്രതിഷേധം പ്രദേശത്ത് നിലവിലുള്ളപ്പോഴാണ് പുതിയതായി 2 കുളങ്ങൾ കൂടി പഞ്ചായത്ത് കളിസ്ഥലത്ത് കുഴിച്ചിട്ടുള്ളത്. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ താജുദ്ദീൻ കൂരിക്കാട് ആവശ്യപ്പെട്ടു. ഇവിടെ ഈ പാവറട്ടി പഞ്ചായത്ത് ഭരിച്ചിരുന്നവർ ഹിമാലയ ഗ്രൂപ്പിന് മണലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അനുമതി കൊടുക്കുകയും മണലെടുത്ത് കഴിഞ്ഞാൽ ഈ കളിസ്ഥലം പരിപൂർണമായിട്ട് മണൽ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കപട പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടപെടൽ മൂലമോ എന്തായെന്നറിയില്ല. അപ്പോൾ മണ്ണെടുക്കൽ നിന്നു. കാരണം ഇവിടെ ഈ കണ്ടൽ നടണമെങ്കിൽ പുഴ ആഴം കൂടിക്കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് പുഴ ആഴം കൂടുന്നതിന് എന്തോ ഒരു തടസ്സം പറഞ്ഞുകൊണ്ട് അവർ ഇവിടുന്ന് എല്ലാം കെട്ടും കെട്ടിപ്പോയി. പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് കളിസ്ഥലം ശരിയാക്കി തരാം എന്ന് പറഞ്ഞവർ ഗ്രൗണ്ടിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് 2 വലിയ കുളങ്ങൾ കുത്തിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിന് കൊടുത്ത വാക്കും പഞ്ചായത്ത് ജനങ്ങൾക്ക് ഇവിടെ കളിക്കുന്ന ചെറുപ്പക്കാർക്ക് കൊടുത്ത വാക്കൊക്കെ വെള്ളത്തിൽ വരച്ച് ആയിപ്പോയിരിക്കുകയാണ്. കാരണം ഇവിടെ ഗ്രൗണ്ട് നന്നാക്കണമില്ല, പകരം 2 വലിയ കുളങ്ങൾ കുത്തിവെച്ചിട്ട് ഇരിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞവരൊന്നും ഇനി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമോ ഇല്ലയെന്നറിയില്ല.